അല്ല, അത് നിങ്ങളത് വലിയ വാർത്തയാക്കി. എന്താ സംഭവം? എന്താ വലിയ വാർത്തയാക്കേണ്ടതിൻ്റെ എന്ത് കാരണം ഉണ്ടായത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് KPC പ്രസിഡന്റ് അത് പറഞ്ഞത്. കാരണം 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ KC വേണുഗോപാൽ കൂടി ആലപ്പുഴയിലുള്ള സാഹചര്യത്തിൽ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് പത്രസമ്മേളനം വൈകുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രസമ്മേളനം വൈകി പോകുന്ന വഴിക്ക് എനിക്ക് YMCA ഒരു പരിപാടിയിലൊരു NV പ്രഭുവിൻ്റെ പേരിലുള്ളൊരു ചെസ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഞാൻ സ്വല്പം വൈകി. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ. നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കും. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ല, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കില്ല. അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ലല്ല, അത് പോലും അതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരൻ പോലുള്ള ഒരാളാണ്. അപ്പോൾ ഇവൻ എവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റായി എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ പിന്നെ അത് 11:05 വന്നിട്ട് കാര്യമുള്ളതെന്ന് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. 10:55 വന്ന് പത്രസമ്മേളനം നടത്താമോ? നിങ്ങൾ ആലോചിക്ക്. അപ്പോൾ ഞാൻ ആ കറക്റ്റ് 11:05 എത്താൻ വേണ്ടിയിട്ട് ഞാൻ പാഞ്ഞു വരുവാണ്. അവിടെ ഞാൻ 10 മിനിറ്റ് 12 മിനിറ്റ് എടുത്തുള്ളൂ. പാഞ്ഞു വരുവാണ്. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി. ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥ വരില്ലേ ആളെ കാണാതെ. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നിങ്ങളിത് വലിയ വാർത്തയാക്കി. അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്തയാക്കി? ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവൻ എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു. പിന്നെ എല്ലാവർക്കും താക്കീന്ന് നൽകി. സമ്മതിച്ചേ? രാജി ഇതിന് അവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഞാൻ ഇപ്പോൾ ഇവർ എൻ്റെ സഹപ്രവർത്തകരാണ്. ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് അയച്ച എന്നെക്കാൾ പ്രായത്തിൽ കുറവാണ്. ഞാൻ പറഞ്ഞ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഓടും ഇവരോടൊക്കെ. എന്ത് കല്ലേടി? അത് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ്. നമ്മളാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കും, മൈക്കുള്ളതുകൊണ്ട്. അത് ഇവൻ എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ തമാശല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും. ഒരാളെ നമ്മൾ കാത്തിരിക്കുക, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു വാചകം കൂടി പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോയി. ഈ പത്രക്കാരൊക്കെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഇവിടെ എവിടെ പോയി കിടക്കാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലല്ല, നിങ്ങളോട് ഞാൻ വിളിച്ച് പറഞ്ഞത് ഇപ്പം സിദ്ദിഖും ഷാനിമോളൊക്കെ വന്ന് പല പ്രാവശ്യം സംസാരിച്ചു. ഇപ്പം എത്തും. ഇനി നിങ്ങൾക്കറിയാമല്ലോ 10:55 പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ലെന്ന്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്താ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞ രീതിയാണത്. മനസ്സിലായി? പ്രതിപക്ഷ നേതാവിന് ചേർന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു. അത് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പം പോറിയായിട്ട്. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ അതിന് എന്നോട് അപ്പോളജി ചെയ്യണം.